ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും നിപ്പ രോഗബാധയെന്ന് സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ സ്ത്രീ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ 40-കാരിയാണ് ചികിത്സയിലുള്ളത്. സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, നിപ്പ രോഗബാധയെന്ന സംശയത്തിലാണ് ഇപ്പോൾ 40-കാരി ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനില എന്താണ്? ഏറ്റവും ഒടുവിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റ് വിശദാംശങ്ങൾ കൂടി. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിനിയാണ് ഇപ്പോൾ നിപ്പ സംശയത്തോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന ഈ 41-കാരി എന്നാൽ ആ സമയത്ത് ആരോഗ്യനില മോശമായതിനോടെയാണ് ഇന്നലെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരിൽ നിന്നും രക്തം ശേഖരിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിൽ പരിശോധന നടത്തുകയാണ്. ഇതിന്റെ പരിശോധനാ ഫലം നാളെ രാവിലെയോട് കൂടിയിട്ടേ വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇവർക്ക് യഥാർത്ഥത്തിൽ നിപ്പയാണോ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ രോഗലക്ഷണങ്ങളുമായി മലപ്പുറം സ്വദേശിയായിട്ടുള്ള 41-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരെ പ്രത്യേക നിരീക്ഷണത്തിലുമാക്കിയിട്ടുണ്ട്. ആരോഗ്യനിലയെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ ആശുപത്രി അധികൃതർ. ഗൂഗിൾ, ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിപ്പ ഒരുപാട് ഏറെ പൊറലേൽപ്പിച്ച ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ല, സമീപ ജില്ലയായ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു രോഗം ഇതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ളൊരു സംശയമാണല്ലോ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് എത്രത്തോളം ജാഗ്രതയിലാണ്? തീർച്ചയായിട്ടും സംശയം മാത്രമാണ്. നമ്മൾക്ക് ഇതിൽ സ്ഥിരീകരിച്ചൊരു വിവരം ലഭ്യമായിട്ടില്ല. നിപ്പ ലക്ഷണങ്ങളുമായിട്ടാണ് 41-കാരി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ ആരോഗ്യനില തൃപ്തികരമാവാത്തതിനെ തുടർന്ന് സംശയം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഖരിച്ചിട്ടുള്ള സ്രവത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവരും. അതിനുശേഷം ഈ ആശുപത്രി അധികൃതർ ഉൾപ്പെടെയുള്ള യോഗം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിദഗ്ധ പരിശോധന ആവശ്യമെങ്കിൽ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ സ്രവം അയക്കാനുള്ള സാധ്യത ഉൾപ്പെടെ നിലവിലുള്ളൂ. നേരത്തെ KP പറഞ്ഞതുപോലെ തന്നെയാണ് കോഴിക്കോടും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത് നിപ്പ രോഗലക്ഷണങ്ങളുമായി നിരവധി ആളുകൾ ഓരോ വർഷവും ഇടവിട്ട ഇടവേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയും അതിനെ പിടിച്ചുകെട്ടുകയും ചെയ്തതാണ്. എന്നാൽ ഒരു പ്രത്യേക കാലയളവിൽ ഈ രോഗലക്ഷണങ്ങളുമായി ആളുകൾക്ക് വരികയോ അല്ലെങ്കിൽ അവർക്ക് രോഗം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. DMO ഉൾപ്പെടെയുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമം നടത്തുന്നുമുണ്ട്. എന്തായാലും ഈ രോഗലക്ഷണങ്ങളുമായി ഒരു യുവതി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോ നൽകാൻ പറ്റുന്ന വിവരം. ഈ സ്രവത്തിന്റെ പരിശോധനാ ഫലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജിയിൽ നടത്തിയിട്ടുള്ള ഫലം നാളെ രാവിലെ ആയിരിക്കും വരിക. പിന്നീടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഉൾപ്പെടെ അയക്കണോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. KP. വീണ്ടും നിപ്പ രോഗബാധയെന്ന് സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളുടെ സ്ത്രീ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ 40-കാരിയാണ് ചികിത്സയിലുള്ളത്. സ്ത്രീയുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ച വിവരങ്ങളാണ് ഗൂഗിൾ കെ വേണുഗോപാൽ.